ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ സർക്കാർ സംരക്ഷണമൊരുക്കുകയാണെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. PV അൻവർ MLA ഉന്നയിച്ച ഫോൺ ചോർത്തൽ, പോലീസുകാരുടെ ക്രിമിനൽ ബന്ധമടക്കമുള്ള ആരോപണങ്ങളിൽ സർക്കാർ കൈക്കൊണ്ട നടപടികൾ അടിയന്തരമായി അറിയിക്കാൻ മുഖ്യമന്ത്രിക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്ന അധികാരം ഉപയോഗിച്ചാണ് ഈ നടപടി. ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണെന്ന് ഗവർണർ വിലയിരുത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള അധികൃതരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ചോർത്തുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവുകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും എല്ലാം തന്നെ നഗ്നമായ ലംഘനമാണ്. ഗുരുതരമായ കുറ്റകൃത്യവുമാണത്. PV അൻവർ MLAയും ഒരു IPS ഓഫീസറുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ MLA പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് വളരെ ഗുരുതരമാണ് എന്നതും സർക്കാരിന് പുറത്തുള്ളവർക്ക് സ്വാധീനമുള്ള ചിലർ സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുകയാണെന്നും കത്തിൽ ഗവർണർ സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവരുമായുള്ള ബന്ധം ഉറപ്പിക്കാനാകും. സംസ്ഥാനത്ത് ഒരു MLA ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയതായ പത്രസമ്മേളനത്തിലെ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായ കുറ്റമാണെന്നും നിയമപ്രകാരമുള്ള നടപടികൾ അത്യാവശ്യമാണ് എന്നുമാണ് കത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ചില വ്യക്തികൾ അനധികൃതമായും നിയമവിരുദ്ധമായും സർക്കാരിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ നിഷേധിക്കലാണെന്നും അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്നും ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അനധികൃതമായി ഫോൺ ചോർത്തുന്ന പോലീസ് ചോർത്തുന്ന വിവരങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുന്നതും ഗുരുതര ആശങ്കയാവുകയാണ്. തനിക്കെതിരെ പരാതി നൽകിയവരുടെയും ജീവനക്കാരുടെയും ഫോൺ ചോർത്തൽ വ്യാജ പുരാവസ്തു ഇടപാടുകാരൻ മോൻസൺ മാവുങ്കൽ IG-യോട് പറയുന്ന വീഡിയോ കുറച്ചുനാൾ മുൻപ് പുറത്തായിരുന്നു. ഇപ്പോൾ ഫോൺ ചോർത്തൽ ഉന്നയിക്കുന്നത് ഭരണകക്ഷി MLA ആയ PV അൻവർ ആണ്. പോലീസ് രഹസ്യമായി ഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയെയും DGP ആയിരുന്ന ജേക്കബ് തോമസും വെളിപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ വാടക വീടെടുത്ത് ഫോൺ ചോർത്താനുള്ള ഉപകരണങ്ങൾ പോലീസ് സ്ഥാപിച്ചിരുന്നുവെന്നും താൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അത് പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റിയെന്നുമായിരുന്നു ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ. നിയമാനുസൃതം ഫോൺ ചോർത്താൽ നിലവിൽ കടമ്പകളേറെയുണ്ട്. രാജ്യദ്രോഹം, കള്ളനോട്ട് കേസുമായി ബന്ധമുള്ളവരുടെ ഫോൺ നിയമാനുസൃതം ചോർത്താം. അനുമതി നൽകുന്നത് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി, നിയമ പൊതുഭരണ സെക്രട്ടറിമാരടങ്ങിയ ഉന്നത സമിതിയുമുണ്ട്. കാരണം വിശദീകരിച്ച IG മുതലുള്ളവർക്ക് ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയും തേടാം. 2 മാസത്തേക്കാണ് ആദ്യത്തെ അനുമതി, പിന്നീട് 1 മാസം നീട്ടാം. ചോർത്തലിന് മാസം തോറും പോലീസ് 100-ലേറെ അപേക്ഷ നൽകണമെങ്കിലും 10 പോലും അനുവദിക്കാറില്ല. അടിയന്തര സാഹചര്യത്തിൽ മുൻകൂർ അനുമതിയില്ലാതെയും 7 ദിവസം ഫോൺ ചോർത്താം. പിന്നീട് അംഗീകാരം നേടേണ്ടതുമാണ്. പക്ഷേ കാരണം യാഥാർത്ഥ്യമായിരിക്കണം. ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയോടെ 100-ൽ താഴെ പേരുടെ ഫോൺ സ്ഥിരമായി ചോർത്തുന്നുമുണ്ട്. മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഫോൺ ചോർത്തുന്നുമുണ്ട്. എന്നാൽ ADGP-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PV അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ പ്രത്യേകിച്ചും സർക്കാർ മൗനം പാലിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗവർണറുടെ ഈ ഇടപെടൽ എന്ത് നീക്കമാണ് അഥവാ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. ഗവർണറുടെ ഈ പ്രതികരണം യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാക്കുകയില്ല എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരവും. കാരണം ഗവർണറെ സംബന്ധിച്ച് ഗവർണർ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം അതൊരു പക്ഷേ കത്തിലൂടെയോ അല്ലാതെയോ ഗവർണർക്ക് കൈമാറാം. എന്നാൽ അതിനുമപ്പുറത്തേക്ക് അതിന് യാതൊരു തരത്തിലുള്ള സാങ്കേതികമായ നീക്കുപോക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല. ഗവർണറെ സംബന്ധിച്ച് ഗവർണറുടെ ഈ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഗവർണറുടെ ഉന്നയിക്കുന്ന ചോദ്യോത്തര വേളകളെല്ലാം തന്നെ തീർത്തും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ അഥവാ ഭരണപക്ഷത്തിന്റെ വാദം. അതായത് ഇതേ വിഷയത്തിൽ ഗവർണർ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് തീർത്തും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്താനുള്ള ഗവർണറുടെ അജണ്ടയുടെ ഭാഗം തന്നെയാണ്. പലപ്പോഴായി ഗവർണറുടെ ഭാഗത്തു നിന്ന് സർക്കാരിനെ കരുവാരത്തേക്കാൻ ലഭിക്കുന്ന യാതൊരു തരത്തിലുള്ള അവസരങ്ങളും വിട്ടുകളയാറില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഗവർണർ ശക്തമായ ഒരു ഇടപെടൽ സർക്കാരിന് നേരെ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ PV അൻവർ ഉന്നയിച്ച വാദത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന സർക്കാർ മൗനം പാലിച്ചിരിക്കുമ്പോഴുള്ള ഗവർണറുടെ ഈ ഇടപെടൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല.